ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹർമഗദോൻ എന്ന വാക്ക് എബ്രായ പദത്തിൽ നിന്നും ഉണ്ടായതാണ്. അതിന്റെ അർത്ഥം ഹർമഗദോൻ മല എന്നാണ്. അവസാനത്തെ യുദ്ധത്തിനായി കൂടി വരുന്ന സ്ഥലമാണ് ഹർമഗദോൻ. ഈ യുദ്ധം ദൈവവും വിരോധിയായ സാത്താനും തമ്മിലുള്ള യുദ്ധമാണ്. എന്നാൽ ഇത് നയിക്കുന്നത് ക്രിസ്തുവും അവന്റെ സൈന്യവും എതിർ ക്രിസ്തുവും അവന്റെ സൈന്യവുമാണ്. ഹർമഗദോൻ യുദ്ധം എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. എന്നാൽ വേദപണ്ഡിതന്മാരിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എപ്പോൾ സംഭവിച്ചാലും ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തീരുന്ന ഒരു യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. ഇതിൻ്റെ സാധ്യത മഹാപീഡനകാലത്തിൻ്റെ ഒടുവിലായിട്ടാകാം. ഹർമഗദോൻ എന്ന പദം വെളിപ്പാട് പുസ്തകം 16 അധ്യായം 16 വാക്യത്തിൽ മാത്രമേ നാം കാണുന്നുള്ളൂ. ക്രിസ്തുവും സൈന്യവും ഒരുങ്ങി നിൽക്കുന്ന കാഴ്ച വെളിപ്പാട് പുസ്തകം 19 അധ്യായം 11 മുതൽ 16 വരെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വെള്ള കുതിരമേൽ പ്രത്യക്ഷനാകുന്ന ക്രിസ്തു 19-11 വാക്യം. വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിക്കുന്ന സ്വർഗീയ സൈന്യം 19-14. അന്തിക്രിസ്തുവും അവൻ്റെ സൈന്യവും ഒന്നിച്ചു കൂടി വരുന്നു 19-19. ഇവർ ഒന്നിച്ചു കൂടുവാൻ വഴി ഒരുക്കുന്നതാണ് 6ാമത്തെ കലശ ന്യായവിധിയിൽ കാണുന്നത്. കലശം യൂഫ്രാത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. 16 അധ്യായം 12 വാക്യം. സാത്താനും സൈന്യവും ഹർമഗദോൻ യുദ്ധത്തിനായി ഭൂതലത്തിലുള്ള സകല രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും കൂട്ടിവരുത്തുന്നതിനായി ത്രിമൂർത്തികളായ സാത്താൻ്റെയും ഭരണാധിപനായ എതിർ ക്രിസ്തുവിൻ്റെയും എല്ലാവരെയും തെറ്റിച്ചു കളയുന്ന കള്ളപ്രവാചകൻ്റെയും വായിൽ നിന്ന് തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു. 16 അധ്യായം 13-14 വാക്യം. ഈ ഭൂതാത്മാക്കൾ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് എല്ലാവരും വശീകരിക്കപ്പെടും. ഇവർക്ക് കടന്നു വരുവാനുള്ള വഴിയാണ് യൂഫ്രാത്തേസ് നദി. അത് വറ്റിച്ച് ഉണങ്ങിയ നിലമാക്കിയിരിക്കുകയാണ്. അന്ത്യയുദ്ധത്തിനായി ഇവർ ഒന്നിച്ചു കൂടുന്ന സ്ഥലമാണ് ഹർമഗദോൻ. എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 19 അധ്യായം 20 വാക്യം. മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഇവിടെ മൃഗം എതിർ ക്രിസ്തുവാണ്. മനുഷ്യരെ മൃഗത്തിന്റെ മുദ്രയായ 666 ഏൽപ്പിച്ചത് കള്ളപ്രവാചകനാണ്. ഇരുവരെയും പിടിച്ചു കെട്ടി തീപ്പുകയിൽ തള്ളിക്കളയുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. ശേഷിച്ചവരെ ക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു എന്ന് 19 അധ്യായം 21 വാക്യം. ഞാൻ കള്ളനെ പോലെ വരും. വാക്യം 15. എല്ലാവരും ഒരുങ്ങിക്കൊള്ളുവാനുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.